പൊതുസമൂഹവും ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നു. ശ്രീ എം കെ ഹരിദാസ്, ഈ ഒരു വലിയ റിപ്പോർട്ട് എന്തോ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്തായാലും ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ വരുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ADGP MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും. ഘടകകക്ഷികൾ അക്കാര്യത്തിൽ കുറച്ച് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അത് എത്ര നാൾ എന്നുള്ള ഒരു സംശയമുണ്ട്. ഇന്ന് ബിനോയ് വിശ്വം മയപ്പെടുത്തിയ പോലെ തോന്നുന്നുണ്ട്, ധൃതിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ നിലപാട് ഞങ്ങളുടേത് ഇത് തന്നെയാണ്, MR അജിത് കുമാറിനെ മാറ്റണം എന്ന് ബിനോയ് വിശ്വം പറയുന്നത് CPI ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മാറ്റുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഈ കാത്തിരിപ്പ് ഇത്രയും നാൾ? എന്ത് റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടത്? മാറ്റുവാനുള്ള സാധ്യതയ്ക്ക് ബി എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ. മഞ്ജുഷ് കാണുന്ന പോസിബിലിറ്റി ഒന്നും ഞാൻ കാണുന്നില്ല. കാരണം ഇപ്പോൾ ഇവിടെ ശ്രീ ജയരാജ് പറഞ്ഞു, അദ്ദേഹം ആ റിപ്പോർട്ടിൽ ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് പൂരം അലങ്കോലപ്പെട്ടിട്ടുണ്ട്, അതിനെ ശക്തമായ താക്കീത് നൽകാനോ അതിനെ കലങ്ങാതിരിക്കാൻ വേണ്ടുന്ന നടപടികൾ എടുക്കാനോ ADGP തയ്യാറാവാത്തത് മാത്രമാണ്. ഇദ്ദേഹം ആ റിപ്പോർട്ട് കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ ഈ ചർച്ചയുടെ തുടക്കത്തിൽ MV ഗോവിന്ദൻ്റെ സംഭാഷണം അടക്കം കേട്ടപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ആ റിപ്പോർട്ട് കണ്ടിരിക്കുന്ന ഏക വ്യക്തി മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ശ്രീ ജയരാജ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അത് മുഴുവൻ വായിച്ചിട്ടുണ്ടെന്ന് തോന്നും. മുഖ്യമന്ത്രി പറഞ്ഞത് മാത്രമല്ല, മഞ്ജുഷ് പറഞ്ഞതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പ്രശ്നങ്ങളും അതുകൊണ്ടുണ്ടായിട്ടുള്ള ഗുണഭോക്താക്കളുടെ വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതൊന്നും ശ്രീ ജയരാജ് കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥ കുലം കുത്തികളെയും അതുമാതിരി തന്നെ നമ്മൾ പറയില്ലേ ഈ നികൃഷ്ടജീവികളെയും ഒന്നും ഈ മുഖ്യമന്ത്രിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. എനിക്കുണ്ടായിട്ടുള്ള ഒരു ചെറിയ അനുഭവം ഞാൻ പറയാം. നമുക്കിവിടെ അബ്ദുള്ള കുട്ടി ഗുജറാത്തിലെ കുറിച്ച് പ്രശംസിച്ച് സംസാരിച്ചപ്പോൾ എന്തായിരുന്നു CPMൻ്റെ നിലപാട് എന്നുള്ളതും, അതുമാതിരി തന്നെ ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയപ്പോൾ എന്തായിരുന്നു എന്നുള്ള കാര്യവും, അതുമാതിരി തന്നെ MK പ്രേമചന്ദ്രൻ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാൻറ്റീനിൽ ഇരുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യത്തിൽ ഈ CPMൻ്റെ നിലപാട് എന്തായിരുന്നു, അതൊക്കെ വിടും. അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ. എൻ്റെ അറിവിലെ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒരു BJPക്കാരൻ, അവർ വളരെ സുഹൃത്തുക്കളാണ്, ഒരുമിച്ച് പഠിച്ചു വളർന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ BJPക്കാരൻ്റെ സഹോദരിയുടെ കല്യാണത്തിന് ഈ ലോക്കൽ സെക്രട്ടറി പോയിട്ട് തലേ ദിവസം അവിടെ ഉത്സാഹിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിന് പാർട്ടി കണ്ടെത്തിയ കുറ്റം എന്താണെന്നറിയോ? ആവശ്യത്തെക്കാളധികം ഒരു BJP പ്രവർത്തകൻ്റെ വീട്ടിലെ ഉത്സാഹം കാണിച്ചതിൻ്റെ പേരിൽ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം രാജിവെക്കാൻ പറഞ്ഞ പാർട്ടിയാണത്. അപ്പോൾ ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഒരു ADGP പോയിട്ട് ഒരു ഇത്തരത്തിലുള്ളൊരു എന്താ പറയേണ്ടത് RSSൻ്റെ ഒരു നേതാവിനെ കണ്ടതിനെ നമുക്ക് അങ്ങനെ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ പറയുന്നത് ഇതാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ, അതായത് ആരാണോ ഭരിക്കുന്ന പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത് ആ പാർട്ടിയുടെ ഇംഗിതങ്ങൾക്കും ഇച്ഛാശക്തിക്കും അനുസരിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ഇവിടുത്തെ പോലീസുകാരൊക്കെ എല്ലാ കാലത്തും തയ്യാറായിട്ടുണ്ട്. അതിന് ശ്രീ അജിത് കുമാർ തയ്യാറാവാതെ പോയി കണ്ടതിലും ഈ ലോക്കൽ സെക്രട്ടറിയെ മാറ്റിയ ആ ഒരു കാഴ്ചപ്പാടും കൂടിയിട്ടൊന്ന് കൂട്ടി വായിക്കുമ്പോഴാണ് ഇവരുടെ ഈ ഇരട്ടത്താപ്പ് മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഈ അജിത് കുമാറിനെ സംരക്ഷിച്ച് നിർത്തി മുഖ്യമന്ത്രി മുൻപോട്ട് പോകുന്നത് എന്ന ചോദ്യത്തിന് ഒരാൾക്കും ഉത്തരം പറയാനില്ല. ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നതല്ല. ശ്രീ ജയരാജും ഒരു പക്ഷെ മനസ്സുകൊണ്ട് ചോദിക്കേണ്ടായിരിക്കാം, എന്തിനാണ് ഇത്ര. കാരണം നമ്മൾ ആരും പറയുന്നില്ല, മാധ്യമങ്ങൾ പറയുന്നില്ല, ഇത്തരം ചർച്ചകളിൽ പങ്കെടുക്കുന്നവർ പറയുന്നില്ല അജിത് കുമാറിനെ ഈ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടണം, നടന്നിട്ടുള്ള കാര്യമല്ല, നടക്കില്ല, 6 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല. നമ്മുടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാർ ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയുള്ള ഒരു വ്യക്തിയെ ഒന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഇത്തരത്തിലൊരു നല്ല സന്ദേശം, ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന കുൽസിത പ്രവർത്തികൾ ചെയ്യുന്നവരെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് മാറ്റി നിർത്തുകയും ആരെ കൊണ്ടൊക്കെയാണെങ്കിൽ അന്വേഷിപ്പിക്കട്ടെ, ഒരു ജുഡീഷ്യൽ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിക്കട്ടെ, ആ അന്വേഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം സംശുദ്ധനാണ്, യാതൊരുവിധ അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ലെന്ന് കണ്ടാൽ തിരിച്ച് അദ്ദേഹത്തെ ക്രമസമാധാനത്തിൻ്റെ ചുമതല തന്നെ പിണറായി വിജയൻ അധികാരം ഒഴിയുന്നതുവരെ, രണ്ടാം പിണറായി സർക്കാർ അധികാരം ഒഴിയുന്നതുവരെ വെക്കട്ടെ. അപ്പം നമുക്ക് പിണറായി വിജയൻ്റെ സംശുദ്ധിയെക്കുറിച്ചിട്ടും അദ്ദേഹം പറയുന്നതിനെ കുറിച്ചിട്ടും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാം. ഇവിടെ അതല്ല. ഇവിടെ ബെഹ്റയെ പോലുള്ളൊരു വ്യക്തിയെ സംരക്ഷിച്ചതുപോലെ തന്നെ ബെഹ്റ മോൺസന്റെ താവളത്തിൽ പോയതും കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ട് സംരക്ഷിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പെൻഷന് പുറമെ ഏകദേശം 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന മെട്രോയുടെ MD ആക്കിയത് എന്തിനാണ് എന്നുള്ള ചോദ്യം നിലനിൽക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പോലീസുകാരെ മാത്രം ഈ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ
എന്തുകൊണ്ടാണ് കഴിഞ്ഞ 8.5 വർഷമായിട്ട് ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയത് എന്നുള്ളൊരു ചോദ്യം ജനങ്ങൾക്കിടയിൽ വരുമാറുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ മുഖ്യമന്ത്രിമാരും ഇത് അവസാനിപ്പിക്കാനായിട്ട് മഞ്ജുഷ്, കേരളം ഭരിച്ച എല്ലാ മുഖ്യമന്ത്രിമാർക്കും, ഏത് രാഷ്ട്രീയ പാർട്ടി ആവട്ടെ, UDF-ന്റെ ആവട്ടെ, LDF-ന്റെ ആവട്ടെ, എല്ലാ മുഖ്യമന്ത്രിമാർക്കും അവർ ഭരിക്കുന്ന, അവർ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു നിയന്ത്രണം ഈ മുഖ്യമന്ത്രിമാരിൽ ഉണ്ടായിട്ടുള്ള ചരിത്രമേ കേരളത്തിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ RJ